ഹലോ വെൽക്കം ബാക്ക് ടു ദ ടേസ്റ്റി ടേബിൾ. ഇന്നൊരു ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, അതുപോലെ വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകി ക്ലീൻ ചെയ്തിട്ട് ഒരു ബൗളിലെടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് അധികം കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നാളികേരക്കൊത്ത്, പിന്നെ ചെറിയ ഉള്ളി രണ്ടാക്കിയിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് പെരുംജീരകത്തിൻ്റെ പൊടിയാണ്, അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല, അതും 1 ടീസ്പൂണാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു ബീഫ് കറി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഒരു പാൻ എടുക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറിയുള്ളിയും കൂടെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് സോട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വേണം നല്ലോണം സോട്ട് ചെയ്യാൻ. ചെറുള്ളി നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകം അതിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാലയും അതും 1 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നല്ലോണം വഴറ്റി കൊടുക്കാം. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു സമയത്ത് ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ, അതായത് ലോ ടു മീഡിയം ആവണം വെക്കാൻ. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ മസാല ഒന്ന് ചൂടാറാൻ വെക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മസാല ചൂടാറി കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് അത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അതായത് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് നല്ലോണം ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. ഈ ഒരു മസാല നിങ്ങൾക്ക് അരച്ചെടുക്കുമ്പോൾ വെള്ളം കുറവാണെങ്കിൽ വെള്ളം കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ഈ ഒരു മസാലയിൽ ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബീഫ് ഒരു പ്രഷർ കുക്കറിലേക്ക് എടുത്ത് വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള മസാലയുടെ മിക്സ് ഉണ്ടല്ലോ, ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടുള്ള ആ മസാല മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ, ബീഫിലേക്ക്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 4 വിസിലിന് നമുക്ക് ബീഫ് കുക്ക് ചെയ്തെടുക്കാം. പ്രഷർ പോയതിന് ശേഷം കുക്കർ ജസ്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ബീഫൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ എടുക്കാം. നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, മസാല സോട്ട് ചെയ്താൽ സെയിം പാൻ തന്നെ എടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നാളികേരക്കൊത്ത് ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം.
കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു ഈ ഒരു ടൈമിൽ. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉപ്പ് പാകത്തിനാണ് നോക്കാം. അതുപോലെ എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ക്രഷ്ഡ് പെപ്പറോ ചേർത്ത് കൊടുക്കുക കേട്ടോ. ബീഫ് കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തു കേട്ടോ. അതായത് ആ കറി ആ ഗ്രേവി ഒന്ന് ജസ്റ്റ് ഒന്ന് കുറയാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ഡ്രൈ ആക്കണമെങ്കിൽ ഒരു 15 or 20 മിനിറ്റ്സ് നിങ്ങൾക്കിത് അടച്ച് വെച്ചിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കാം. എനിക്കൊരു സെമി ഗ്രേവി കൺസിസ്റ്റൻസി വേണ്ടതുകൊണ്ടാണ് ഞാൻ ഒരു 10 മിനിറ്റ് ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തത്. ലാസ്റ്റ് ഞാൻ കുറച്ചും കൂടി കറിവേപ്പില ചേർത്ത് കൊടുത്തു. മല്ലിയില ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു കറിയിൽ. ക്രിസ്മസിന് ഈ ഒരു ബീഫ് കറി റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസിൽ അറിയിക്കണം. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാവർക്കും മെരി ക്രിസ്മസ്. താങ്ക്